ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഇങ്ങനെ എൻ്റെ UK വന്ന ഒരു ജേർണിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ പാർട്ട് ടൈം ജോബൊക്കെ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, ഈസി ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ടും അങ്ങനെ മെസ്സേജസ് വരാറുണ്ട്. മെഡ്വേയിൽ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൊത്തത്തിൽ UK സിറ്റുവേഷൻ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പം എനിക്കറിയാവുന്ന ചില എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ എവിടെ താമസിക്കണം എന്ന് ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു അക്കോമഡേഷൻ ആണോ എന്നുള്ളത് മെയിനായിട്ട് നോക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ എത്രത്തോളം എളുപ്പമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ചില സ്ഥലങ്ങളിൽ ഈസി ആയിരിക്കും പാർട്ട് ടൈം ജോബ് കിട്ടാൻ, പക്ഷെ ചില സ്ഥലങ്ങളിൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാവും കിട്ടാനായിട്ട്. ഇത് മെഡ്വേ ഗ്രീനിച്ച് ഏരിയനെ മാത്രമല്ല ഞാൻ പറയുന്നത്, UK മൊത്തം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കെന്റ് എന്ന് പറഞ്ഞ കൗണ്ടിയിലാണ് മെഡ്വേ വരുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് പ്രധാനപ്പെട്ട 5 ടൗണുകളാണ് ഉള്ളത്: ചാത്തം, ജില്ലിംഗം, റെയ്നം, പിന്നെ സ്ട്രൂഡ് ആൻഡ് റോച്ചസ്റ്റർ. ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഈ പറഞ്ഞ ഏരിയാസിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം ജില്ലിംഗം, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് താമസിക്കുന്നുണ്ട്. ചാത്തത്തുണ്ട്, അതുപോലെ റോച്ചസ്റ്ററിലൊക്കെ ഉണ്ട് അത്യാവശ്യം. നമ്മുടെ യൂണിവേഴ്സിറ്റി ചാത്തത്തിലാണ് വരുന്നത്. ഇനി പലർക്കും ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എനിക്കും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മെഡ്വേയിൽ നിന്നാലാണോ പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ എളുപ്പം, ലണ്ടനിൽ നിന്നാലാണോ പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ എളുപ്പം? അപ്പം മെഡ്വേ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഔട്ടർ ലണ്ടൻ ആണല്ലോ ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ലണ്ടനെ വെച്ച് നോക്കുമ്പോൾ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. ഇപ്പം നിങ്ങൾ ലണ്ടനിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ ചാർജ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. മെഡ്വേയിൽ അക്കോമഡേഷന് കുറച്ചും കൂടെ ചാർജ് കുറവായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്. ഇനി പാർട്ട് ടൈമിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരം ഇല്ലാണ്ട് ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ട്രാവൽ കോസ്റ്റ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെല്ലാം ഓൺലൈനിലാണ്. ഇൻഡീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ലിങ്ക്ഡിൻ പാർട്ട് ടൈം ജോലിക്ക് കാര്യമില്ല, അത് നമ്മൾ ഫുൾ ടൈം പ്രൊഫഷണൽ ജോബ്സ് നോക്കുമ്പോഴാണ് ലിങ്ക്ഡിൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻഡീഡ് ആണ്. ഇനി ഞാൻ എൻ്റെ ഒരു ജേർണി പറയാം. ഞാൻ ആദ്യം ഒരു മാസം UK വന്നപ്പോൾ ലണ്ടനിലാണ് നിന്നത്. അപ്പോൾ എൻ്റെ അക്കോമഡേഷൻ ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഒന്നും ഭയങ്കര മോശമായിരുന്നു, ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ട് ടൈം ജോബ് ഞാൻ ആദ്യം നോക്കിയില്ല. ഞാൻ വിചാരിച്ചു നല്ലൊരു അക്കോമഡേഷൻ കണ്ടുപിടിച്ച് മാറിയിട്ട് ആ സ്ഥലത്ത് പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാമെന്ന്. ഇവിടെ അക്കോമഡേഷൻ ജില്ലിംഗമ്മിൽ എല്ലാം റെഡി ആയി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന ഉടനെ ഞാൻ വേഗം പാർട്ട് ടൈമിനൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സെറ്റിലായി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷമാണ് എനിക്ക് പാർട്ട് ടൈം ജോബ് കിട്ടിയത്. ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ മെഡ്വേയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കൂടുതലും കെയർ ഹോമിലൊക്കെ പാർട്ട് ടൈം ജോബിന് കയറാനായിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷെ കെയർ ഹോം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ഇപ്പൊ എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെയായിരുന്നു, എനിക്ക് കെയർ ഹോം അല്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻ നോക്കണം എന്നായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കിട്ടില്ല ജോലി. യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ജാൻ ഇൻടേക്ക് ആയതുകൊണ്ട് ആ സമയത്ത് പാർട്ട് ടൈം യൂണിവേഴ്സിറ്റി ജോബിന് കയറാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സെപ്റ്റംബർ തൊട്ടാണെങ്കിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കുറേ സൂപ്പർ സ്റ്റോറുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളൊക്കെ പോലെ. അതായത് ആസ്ഡ, ലിഡിൽ, ടെസ്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലണ്ടനിലും എല്ലാവിടെയും ഉണ്ട്. ഇവിടെ ഓൾ ഓവർ UK ഉള്ളതാണ്. അങ്ങനെ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു ടെസ്കോയും ഒരു 5 മിനിറ്റ് നടന്ന ഒരു ആസ്ഡേ ഉണ്ട്. ഞാനിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കും അവിടെ എവിടെയെങ്കിലും പാർട്ട് ടൈം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹിക്കും. പക്ഷെ അവിടെ നിന്നും ഒരു ഓപ്പണിങ്ങും വരാറുണ്ടായിരുന്നില്ല. കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ ഉണ്ട് അവിടെ. വേക്കൻസി കണ്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, പക്ഷെ എനിക്ക് എന്തോ അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇന്റർവ്യൂവിന് പോയി, അതും എനിക്ക് റിജക്ഷൻ വന്നു. 2 ഇന്റർവ്യൂസ് എനിക്ക് റിജക്റ്റഡ് ആയത് ഭയങ്കര ദൂരമായിരുന്നു. അതിന് ഞാൻ ആ ജോലിക്ക് പോകണമെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡ് ആവുമായിരുന്നു. ഇത്രയും ട്രാവൽ ചെയ്തും പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയും പോവും. പ്രാക്ടിക്കൽ ആയിരുന്നില്ല. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, ആദ്യം ഒരു വിഷമം തോന്നിയെങ്കിലും പിന്നീട് മനസ്സിലായത് റിജക്റ്റഡ് ആയത് നന്നായെന്ന്. പല സ്ഥലങ്ങളിലും ഇവിടെ അടുത്തുള്ള ഏതൊക്കെ ഹൈ സ്ട്രീറ്റിലുള്ള എല്ലാ കടകളിലും എല്ലാവരുടെയും ഞാൻ പോയിട്ട് എൻ്റെ CV കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ CV മേടിക്കും, ചിലർ ഡയറക്റ്റ്ലി പറയും ഇപ്പോൾ വേക്കൻസി ഇല്ല എന്ന്. ചിലർ CV മേടിച്ചിട്ട് നോക്കിയിട്ട് വിളിക്കാമെന്ന് പറയും, അല്ലെങ്കിൽ വേക്കൻസി വരുമ്പോൾ വിളിക്കാമെന്ന് പറയും. ഇതാണ് മെഡ്വേയുടെ അവസ്ഥ. ഇവിടെ ആകെ കുറച്ച് കടകളേ ഉള്ളൂ. ആൻഡ് ആ കടകളിലൊക്കെ വേക്കൻസി കിട്ടണമെന്നുമില്ല നമുക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ലണ്ടൻ ആണെങ്കിൽ ധാരാളം
ഷോപ്സും കാര്യങ്ങളും ഒക്കെയാണുള്ളത്. അപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. ലണ്ടനിൽ നിന്നിട്ടും ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും കുറേ നാളും ജോബൊന്നും പാർട്ട് ടൈമിന് അപ്ലൈ ചെയ്തിട്ടും കിട്ടാത്ത ആൾക്കാരുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് അവർക്കൊക്കെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കുന്നതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ് കിട്ടുമോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ഒരു ദിവസം റാൻഡം ആയിട്ട് ഞാനിങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇൻഡീഡിൽ IT റിലേറ്റഡ് ആയിട്ട് ഒരു പാർട്ട് ടൈം വേക്കൻസി ഞാൻ കണ്ടത്. അത് ലണ്ടനിലായിരുന്നു. IT റീകമ്മീഷൻ എഞ്ചിനീയർ ആയിട്ട് ഉള്ള ഒരു വേക്കൻസി കണ്ടു. അങ്ങനെ ആ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് ദിവസം 2-3 ദിവസം എന്തോ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമെയിൽ വന്നു. അവർക്ക് പ്രൊഫൈല് CV ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് എപ്പോഴാണ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ നടന്നു. നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തതിൻ്റെ ബേസിസിലായിട്ട് TCSലൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ബേസിസിലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരെന്നോട് ചോദിച്ചത് മെയിനായിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അവസാനം എനിക്ക് മെയിൽ വന്നു, സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. ഭയങ്കര ഹാപ്പിയായി ഞാൻ. പ്രത്യേകിച്ച് ഞാൻ ഇപ്പം നമ്മൾ പഠിച്ചൊരു ഫീൽഡാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, ജോലി കുറേ നാൾ നോക്കി കിട്ടാണ്ട് ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയില്ലേ. അപ്പം എനിക്കിങ്ങനെ കിട്ടാണ്ട് അവസാനം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. നമുക്കിവിടെ പാർട്ട് ടൈം ആയിട്ട് സ്റ്റുഡൻസിന് 20 hours a വീക്കാണ് വർക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ ആ ജോലി 0 hour കോൺട്രാക്റ്റ് ആണ്. അതായത് ചില ആഴ്ചകളിൽ നമുക്ക് വർക്ക് ഉണ്ടാവും, ചില ആഴ്ചകളിൽ വർക്കേ ഉണ്ടാവില്ല. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വർക്കേ ഇല്ലാത്ത ആഴ്ചകൾ വരികയാണെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് അവേഴ്സ് കിട്ടില്ല, നമ്മൾക്ക് പേയ്മെന്റ് ഉണ്ടാവില്ല. അതൊരു സ്റ്റേബിൾ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും ഞാൻ വേറെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ആ ജോലിക്ക് ഞാൻ പോകാൻ തുടങ്ങി. ആ ജോലിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ക്ലയൻസ് ആരാണോ അവരുടെ ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഫോർമുല 1 ഓഫീസിൽ പോകാൻ പറ്റി. പിന്നെ BP, നാറ്റിക്സിസ്, അങ്ങനെ കുറേ നല്ല ഓഫീസിൽ, കെനറി വാർഫിലും ഒക്കെ എനിക്ക് പോകാൻ പറ്റി. പക്ഷെ നന്നായിട്ട് അത്യാവശ്യം എനിക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചില ആഴ്ചകളിലൊന്നും വർക്കേ ഇല്ല. അപ്പോൾ ഒരാഴ്ച ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ, പക്ഷെ 2-3 ആഴ്ചകളൊന്നും അടുപ്പിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്നാണോ നമുക്ക് വർക്ക് കിട്ടുന്നത് ആ സമയത്താണെങ്കിൽ ഒരുപാട് വർക്ക് ഉണ്ടാവും. അപ്പം നമുക്കാകെ 20 hours ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യാനും പറ്റില്ല. എൻ്റെ CVയിലൊക്കെ ഭാവിയിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നാൾ ഞാൻ പോയി. അവിടുത്തെ മാനേജറൊക്കെ അവരൊക്കെ തന്നെ ഇന്ത്യൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പം അവർ എന്നോട് പറഞ്ഞു വേറെ ജോലികൾക്കും അപ്ലൈ ചെയ്തോളൂ. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലയൻസ് എവിടെയാണോ അങ്ങോട്ട് പോകണം. അപ്പം ഞാൻ ഇവിടുന്ന് ജില്ലിങ്ങമ്മിൽ നിന്നും എനിക്ക് എപ്പോഴും ട്രാവൽ ഒരു വലിയ ഇഷ്യൂ ആണ്. നാഷണൽ റെയിൽ എടുത്തിട്ട് തന്നെ എനിക്ക് പോകണം. അങ്ങനെ ലണ്ടനിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു. ഇതാണെങ്കിൽ നമുക്കൊരു ഉറപ്പില്ല എപ്പോഴും ഷിഫ്റ്റ് കിട്ടുമോ ഇല്ലയെന്നൊന്നും. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ രാവിലെ ഒരു 3 മണിക്കൊക്കെ എണീക്കും. എന്നിട്ട് 4:30 ആകുമ്പോഴത്തേക്ക് റെഡിയായി. എൻ്റെ 5 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ ഇവിടുന്ന് 20 minutes നടക്കണം റെയിൽവേ സ്റ്റേഷനിലോട്ട്. എന്നിട്ട് 5 മണിക്ക് ട്രെയിൻ എടുത്ത് എവിടെയാണോ വർക്കുള്ളത് ആ ഓഫീസിലോട്ട് പോകും. രാവിലെ 8 o'clock മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നല്ല ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് രാത്രി ഇവിടെ 8 മണിക്കൊക്കെയാണ് തിരിച്ചെത്തുന്നത്. വീണ്ടും അടുത്ത ദിവസം ഇതേപോലെ നേരത്തെ എണീറ്റ് പോകണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്തു. ഞാൻ താമസിക്കുന്ന സ്റ്റുഡൻറ് അക്കോമഡേഷന് തൊട്ടടുത്ത് തന്നെ ഒരു ആസ്ഡ സ്റ്റോർ ഉണ്ട്. അപ്പോൾ എനിക്ക് ആസ്ഡയിൽ കസ്റ്റമർ സർവീസ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി കിട്ടി. അത് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ആസ്ഡയിൽ ജോലി കിട്ടണമെന്ന്. കാരണം തൊട്ടടുത്താണ്. അപ്പം എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ പ്രോപ്പർ അവേഴ്സ് കിട്ടും. ആസ്ഡയിൽ ജോലി കിട്ടിയപ്പോൾ ഞാൻ ആ IT ജോബ് ലെഫ്റ്റ് ചെയ്തു. ആസ്ഡത്തെ ജോലി നമ്മൾ അപ്ലൈ ചെയ്ത് വേക്കൻസി കണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്. മെയിനായിട്ട് കൈൻഡ് ഓഫ് HR ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതലുണ്ടാവും. നമ്മൾ എലിജിബിൾ ആയി കഴിഞ്ഞാൽ മാത്രമാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ ഓൾഡിക്കും ടെസ്കോനും ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഓൺലൈൻ അസസ്മെന്റുകൾ. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഓൺലൈൻ അസസ്മെന്റ് നമ്മൾ ക്ലിയർ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് 1 year ആയിട്ട് ആസ്ഡയിൽ തന്നെയാണ് പാർട്ട് ടൈം ചെയ്യുന്നത്. സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമുക്കാകെ 20 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ 20 hours എനിക്ക് ആസ്ഡയിൽ കിട്ടാറുണ്ട്. 20 എന്ന് പറഞ്ഞാൽ 19 hours ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചറൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ആസ്ഡയിലും ലിഡിലൊക്കെ എങ്ങനെയാ വെച്ചാൽ വല്ലപ്പോഴൊക്കെ അവരൊരു വേക്കൻസി ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ദിവസം 3 നേരവും ഞാൻ ഇൻഡീഡ് തുറക്കും. എന്നിട്ട് ഓരോ തവണ ഇങ്ങനെ ജോലി പുതിയതുണ്ടോ നോക്കിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പം അങ്ങനെ കുത്തിയിരുന്ന് അപ്ലൈ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ.
അങ്ങനെ ചെയ്ത് തന്നെ 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, റെഫർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവർക്ക് നിങ്ങളെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റും. പാർട്ട് ടൈം ജോലിയും കോഴ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഇപ്പോൾ 2-3 ദിവസം ക്ലാസ് ഉണ്ടാവും. ബാക്കിയുള്ള 4 ദിവസങ്ങളിൽ ഒരു 2 ദിവസമൊക്കെ നിങ്ങൾ ലോങ് ഷിഫ്റ്റ് എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 അവർ വെച്ചിട്ട് ഷിഫ്റ്റ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ, ബാക്കി പിന്നെ നിങ്ങൾ 2 ദിവസം ഓഫ് നിങ്ങൾക്ക് ഫ്രീ ആണ്. സ്റ്റഡീസും ഇല്ല, വർക്കും ഇല്ല. അപ്പോൾ ആ ദിവസങ്ങൾ നിങ്ങൾക്ക് പഠിക്കുകയെ പിന്നെ അതുപോലെ പുറത്ത് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സ്റ്റഡീസും പാർട്ട് ടൈം ജോബും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഷെഡ്യൂൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കണം. അസൈൻമെന്റുകളൊക്കെ ധാരാളം ഉണ്ടാവും. ചില കോഴ്സുകളൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിത്തത്തിന് സമയം കണ്ടുപിടിക്കേണ്ടി വരും. ജോലി ഷിഫ്റ്റ് എന്നാണോ അതിന് സമയം കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൽ നിങ്ങൾ കൂടുതലും ഭയങ്കരമായിട്ട് ജോലിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ പഠിത്തം കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നമുക്ക് PSW കിട്ടണം, പിന്നെ ജോലിക്ക് വേറെ നോക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനും പഠിത്തത്തിന് ഈക്വൽ നന്നായിട്ട് നിങ്ങൾ അതിനാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മളത് എൻജോയ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്കതാണ് കുറച്ചും കൂടെ ഇഷ്ടമുണ്ടാകുന്നത്. ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ പഠിത്തമുണ്ട്, യൂണിവേഴ്സിറ്റിയും പോകുന്ന അതൊരു രസമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ജോലി ഉണ്ട്, അത് വേറൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. എനിക്കിഷ്ടമായിരുന്നു അത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും ഇവിടുത്തെ പാർട്ട് ടൈമിന്റെ കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നെഗറ്റീവായിട്ടൊന്നും വല്ലാണ്ട് ചിന്തിക്കാതിരിക്കുക. കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ജോലി കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യുക. പഠിത്തവും ഇതെല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോവുക. ഇത്രയുമാണ് എനിക്ക് ഇവിടുത്തെ പാർട്ട് ടൈം റിലേറ്റഡ് കാര്യങ്ങൾ. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും, കാരണം ഇപ്പം ഞാൻ മെയിനായിട്ട് പറഞ്ഞ മെഡ്വേ ഏരിയനെ കുറിച്ചിട്ടാണ്. കാരണം എനിക്കതല്ലേ അറിയാം, ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. അപ്പം എനിക്ക് അതല്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും എന്നെനിക്ക് അറിയില്ല കാര്യമായിട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ UK തന്നെ വേറൊരു സ്ഥലം നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്കായിരിക്കും അത് കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ പറ്റുക. അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യണം, അത് നിങ്ങൾക്ക് കാണണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതെന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.